Welcome to Semester 3 Compl Electronics for BSc Main Physics students. And today we see class number E22 Colpitts oscillator. Colpitts oscillator from sinusoidal oscillators Unit 7. അപ്പോൾ ഇത് സെമിസ്റ്റർ 3 കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സ് ആണ് BSc മെയിൻ ഫിസിക്സ് സ്റ്റുഡൻസിൻ്റെ. അതിലെ യൂണിറ്റ് 7 ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സൈനുസോയിഡൽ ഓസിലേറ്റേഴ്സ്, കോൾപിറ്റ്സ് ഓസിലേറ്റർ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ഹാർട്ട്ലി ഓസിലേറ്റർ പറഞ്ഞിരുന്നു. ടുഡേ we discuss Colpitts oscillator. Class number E23 Colpitts oscillator. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹാർട്ട്ലി ഓസിലേറ്റർ പറഞ്ഞിരുന്നു. രണ്ടും ഏറെക്കുറെ സമാനമാണ്, ചെറിയ ഒരു വ്യത്യാസമേ ഉള്ളൂ. The Colpitts oscillator design uses two center-tapped capacitors in series with a parallel inductor to form the resonance tank circuit, producing sinusoidal oscillations. The Colpitts oscillator design uses two center-tapped capacitors in a series with a parallel inductor to form the resonance tank circuit, producing sinusoidal oscillations. അപ്പോൾ ഇവിടെ സൈൻ വേവ് നിർമ്മിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടാങ്ക് സർക്യൂട്ടിൽ രണ്ട് കപ്പാസിറ്റർ സീരീസിൽ അത് സെൻറ്റർ ടാപ്പ് ചെയ്യും, അതുമായിട്ട് പാരലിൽ ഒരു ഇൻഡക്റ്റർ. അപ്പോൾ ഇത് ഒരു സെൻറ്റർ ടാപ്പ്ഡ് ഇൻഡക്ടൻ കപ്പാസിറ്റേഴ്സാണ്. ഹാർട്ട്ലിയിലാണെങ്കിൽ നമ്മൾ സെൻറ്റർ ടാപ്പ്ഡ് സ്പ്ലിറ്റ് ഇൻഡക്റ്റൻസ് ആണ്. ഇവിടെ സ്പ്ലിറ്റ് കപ്പാസിറ്റേഴ്സ്, ഹാർട്ട്ലിയിൽ സ്പ്ലിറ്റ് ഇൻഡക്റ്റൻസ്. അതാണ് വ്യത്യാസം. അപ്പോൾ ഇതാണ് ഒരു കോൾപിറ്റ്സ് ഓസിലേറ്ററിൻ്റെ ഒരു ഡയഗ്രാം. ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഇതേ ഡയഗ്രാം ഇതേപോലെ തന്നെയാണ് വരച്ചത്. ചെറിയ വ്യത്യാസം റൈറ്റ് സൈഡിലുള്ള സ്പ്ലിറ്റ് കപ്പാസിറ്ററിലുള്ള വ്യത്യാസം. C1 C2 രണ്ട് കപ്പാസിറ്ററാണ്, അതിൻ്റെ സെൻറ്ററാണ് നമ്മൾ ഗ്രൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇൻഡക്ടറിലുണ്ട്. അതാണ് ഇവിടെ റെസൊണൻസ് ടാങ്ക് സർക്യൂട്ട് എന്ന് പറയുന്നത്. സപ്ലൈ സോഴ്സ് VCC, അവിടെ കളക്ടർ RFC ആണ്. RFCക്ക് രണ്ട് പർപ്പസ് ഉണ്ട്. അത് കളക്ടർ ലോഡാണ്, അതിനൊപ്പം തന്നെ നമ്മൾ ഈ DC AC അങ്ങോട്ട് പോകുന്നത് പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇവിടെ R1 ഉണ്ട്, R2 ഉണ്ട്, ഒരു ഇൻപുട്ട് കപ്പാസിറ്റർ, ബേസ് കപ്പാസിറ്റർ CB ഉണ്ട്, ഫീഡ്ബാക്ക് പാത്ത്. ഔട്ട്പുട്ടിൻ്റെ ആ ഭാഗത്തുള്ളത് രണ്ട് കപ്പാസിറ്റർ C1 C2 ഇൻഡക്ടറാണ്. ആ രണ്ട് കപ്പാസിറ്റർ സെൻറ്റർ നമ്മൾ ഗ്രൗണ്ട് ചെയ്യും. അപ്പോൾ C1 വോൾട്ടേജ് V1 ആണെങ്കിൽ C2 വോൾട്ടേജ് V2 ആണ് ഫീഡ്ബാക്ക് വോൾട്ടേജ്. അപ്പോൾ ഈ ട്രാൻസിസ്റ്റർ അതിൻ്റെ NPN കോൺഫിഗറേഷൻ എമിറ്ററിലാണ് നമ്മൾ ഈ സ്റ്റെബിലിറ്റി സർക്യൂട്ട് RE and C കൊടുത്തിരിക്കുന്നത്. ഒരു കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ എപ്പോഴും ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ 180 ഫേസ് ഉണ്ടാക്കും. അതുപോലെ തന്നെ ഇവിടെ V1 ഉം V2 തമ്മിൽ 180 ഫേസ് ഉണ്ട്. അപ്പോൾ ഈ ഫീഡ്ബാക്കിന് 180 ഫേസ് വരും. ഇപ്പോൾ ഫീഡ്ബാക്ക് വോൾട്ടേജിന് 180 ഫേസ് ഡിഫറൻസ് ഉണ്ട്. ട്രാൻസിസ്റ്റർ ഇറ്റ്സെൽഫ് 180 ഫേസ് ഡിഫറൻസ് ഉണ്ടാക്കും, ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. അങ്ങനെ ടോട്ടൽ ഫേസ് ഡിഫറൻസ് 180 + 180 360 ഡിഗ്രി. അതിനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഒരു ഓസിലേറ്ററിൻ്റെ എസൻഷ്യൽ കണ്ടീഷൻ അവിടെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ. നമുക്കറിയാമല്ലോ, ഓസിലേറ്റർ ഈസ് ആൻ ആംപ്ലിഫയർ വിത്തൗട്ട് ഇൻപുട്ട് ആൻഡ് ഇറ്റ് ഹാസ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് ഒന്നുകൂടി വ്യക്തമാക്കി നമ്മൾ വരച്ചിരിക്കുകയാണ്. ഇൻഡക്ടൻസ് CL, രണ്ട് കപ്പാസിറ്റർ C1 C2, അതിൽ നടക്കുന്നതാണ് നമ്മൾ സെൻറ്റർ ടാപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ കപ്പാസിറ്റൻസ് ഡിവൈഡറാണ് കാണിച്ചിരിക്കുന്നത്. കോൾപിറ്റ്സിൻ്റെ ടാങ്ക് സർക്യൂട്ട്, കോൾപിറ്റ്സ് ഓസിലേറ്റർ ടാങ്ക് സർക്യൂട്ട്. So look here, the basic configuration of the Colpitts oscillator resembles that of the Hartley oscillator. Hartley oscillator പോലെ തന്നെയാണ് സർക്യൂട്ട്, but the difference this time is that the center tapping of the tank sub-circuit is now made at the junction of a capacitive voltage divider. ഒരു കപ്പാസിറ്റീവ് വോൾട്ടേജ് ഡിവൈഡറാണ് ഉപയോഗിക്കുന്നത്. നെറ്റ്വർക്ക് ഇൻസ്റ്റഡ് ഓഫ് എ tapped auto transformer type inductor as in the Hartley oscillator. ഹാർട്ട്ലി ഓസിലേറ്ററിൽ ഓട്ടോ ട്രാൻസ്ഫർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഇൻഡക്റ്റൻസ് ഉപയോഗിക്കുക. അതിന് പകരം ഇവിടെ രണ്ട് കപ്പാസിറ്റിയാണ് ഉപയോഗിക്കുന്നത്. കോൾപിറ്റ്സ് ഓസിലേറ്റർ യൂസസ് കപ്പാസിറ്റി വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് as its feedback source.
The two capacitors C1 and C2 are placed across a single common inductor L as shown. ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ പടം നോക്കുക. ഈ പടത്തിൽ രണ്ട് കപ്പാസിറ്റർ അക്രോസ് ആയിട്ടാണ് ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. Then C1 and C2 and L form the tuned circuit with the condition for oscillation being Xe1 plus Xe2 is equal to XL. അതായത് ഒന്നാമത്തെ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് പ്ലസ് രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ റിയാക്റ്റൻസ് അത് ഇൻഡക്റ്റൻസിൻ്റെ റിയാക്റ്റൻസ് തുല്യമായിരിക്കും. Xe1 റിയാക്റ്റൻസ് ആണ് Xe1 and Xe2 are reactances. The sum of the reactance of the capacitors is equal to reactance of the inductance. അത് ഓസിലേറ്ററി കണ്ടീഷനാണ്, റെസൊണൻസ് ഓസിലേഷൻ കണ്ടീഷനാണ്. As with the Hartley oscillator, the Compl oscillator uses a single stage bipolar transistor amplifier as the gain element. ആംപ്ലിഫിക്കേഷൻ എലമെൻ്റ് ആയിട്ട് ഒരു ട്രാൻസിസ്റ്ററാണ് നമ്മൾ കൊടുക്കുന്നത്, വിച്ച് പ്രൊഡ്യൂസ് സൈനുസോയ്ഡൽ ഔട്ട്പുട്ട്. കൺസിഡർ ദി സർക്യൂട്ട് ബിലോ. സർക്യൂട്ട് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നതാണ്, അത് നോക്കിയാൽ മതി. അതിൻ്റെ ആക്ഷൻ പറയുകയാണ്. The emitter terminal of the transistor is effectively connected to the junction of the two capacitors C1 and C2. പടത്തിൽ നമ്മൾ കണ്ടതാണ്. We have seen the figure, which are connected in series and act as a simple voltage divider. When the power supply is firstly applied, capacitors C1 and C2 charge up and then discharge through the coil L. The oscillations across the capacitors are applied to the base emitter junction and appear in the amplified form at the collector output. ഒരു ഫോം ചേർക്കുക, ആംപ്ലിഫൈഡ് ഫോം ഒന്ന് ചേർക്കുക. റെസിസ്റ്റേഴ്സ് R1 and R2 അത് ബയസിങ് റെസിസ്റ്റേഴ്സ് ആണ്. R1 and R2 are biasing resistors. The resistors R1 and R2 and the usual stabilizing DC bias provide the usual stabilizing DC bias for the transistor in the normal manner, with the additional capacitors act as DC blocking bypass capacitors. A radio frequency choke RFC ട്രാൻസിസ്റ്റർ കളക്ടറിൽ കാണാം. A radio frequency choke RFC is used. ഹാർട്ട്ലി ഓസിലേറ്ററിലും ഇത് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. A radio frequency choke RFC is used in the collector circuit to provide a high reactance ideally open circuit. ഹൈ റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ കറണ്ട് കടത്തിവിടാത്ത ഒരു അവസ്ഥ എന്ന് വേണം പറയാം. അപ്പോൾ അതാണ് ഹൈ നിയർലി ഓപ്പൺ സർക്യൂട്ട് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. Frequencies of the oscillator FR and a low reactance set DC to help start the oscillations. അപ്പോൾ RFCക്ക് രണ്ട് പർപ്പസാണ്. അത് കളക്ടർ ലോഡായി പ്രവർത്തിക്കും, അതുപോലെ തന്നെ ഈ ഡി സിയെ ബ്ലോക്ക് ചെയ്യാൻ ഡി സി RFC താഴോട്ട് കടത്തി വിടും, എന്നാൽ ആ മുകളിലോട്ട് AC പോകാതെ നോക്കും. ACയെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ RFC ഉപയോഗിക്കുന്നത്, ഒരു പർപ്പസ്. മറ്റത് കളക്ടർ ലോഡ്. The total capacitance in Compl oscillator is given by the equation 1/C total. അപ്പോൾ അത് സീരീസ് കോമ്പിനേഷൻ്റെ ഇക്വേഷനാണ് കപ്പാസിറ്ററിന്. നമുക്കറിയാമല്ലോ കപ്പാസിറ്റർ സീരീസ് കോമ്പിനേഷൻ ഇക്വേഷൻ ഇങ്ങനെയാണ്. 1/C or 1/CT is 1/C1 plus 1/C2 or CT is equal to C1 into C2 by C1 plus C2. ഈ ഫോർമുല വെച്ചിട്ടാണ് ഇഫക്റ്റീവ് കപ്പാസിറ്റി കണ്ടുപിടിക്കുന്നത്. The configuration of the transistor amplifier is of a common emitter amplifier with the output signal 180 degree out of phase with regards to the input signal. The additional 180 degree phase shift are required
you write as required for oscillation is achieved by the fact that the two capacitors are connected together in series but in parallel with the inductive coil, resulting in overall phase shift of circuit being 0 or 360 degree. 360 means 0 phase എന്നാണ് പറയാം. അതായത് കപ്പാസിറ്റി C1 വോൾട്ടേജ് V1 ആണെങ്കിൽ C2 വോൾട്ടേജ് V2 അവർ രണ്ട് ഔട്ട് ഓഫ് ഫേസ് ആണ്, 180 ഫേസ് ആണ്. V2 വോൾട്ടേജാണ് ഫീഡ്ബാക്ക് ചെയ്യുന്നത്. V1 വോൾട്ടേജ് അല്ല V2 എന്നുള്ള വോൾട്ടേജ് C2 V2 എന്നുള്ള വോൾട്ടേജാണ് ഫീഡ്ബാക്ക് വോൾട്ടേജ്. C1 വോൾട്ടേജ് V1 ആണ് ഔട്ട്പുട്ട് ഓസിലേഷൻസ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. The amount of feedback depends on the values of C1 and C2. We can see that the voltage across C1 is the same as the oscillator's output voltage Vout, and that the voltage across C2 is the oscillator's feedback voltage. ഞാൻ പറഞ്ഞതാണത്. Then the voltage across C1 will be much greater than that across C2. Therefore, by changing the values of capacitors C1 and C2, we can adjust the amount of feedback voltage return to the tank circuit stuff. However, large amounts of feedback may cause the output sine wave to become distorted. Large feedback ആണെങ്കിൽ sine wave distort ചെയ്തു പോകും, മാറിപ്പോവും. While small amount of feedback may not allow the circuit to oscillate. അപ്പോൾ ഫീഡ്ബാക്ക് കുറവാണെങ്കിൽ ഓസിലേറ്റ് ചെയ്യത്തില്ല, കൂടിപ്പോയാൽ വേവ് ഫോം ഡിസ്റ്റോർട്ട് ചെയ്യും. ഇപ്പോൾ ഒരു മീഡിയം ഫീഡ്ബാക്കാണ് എപ്പോഴും വേണ്ടത്. Then the amount of feedback developed by the Compl oscillator is based on the capacitance ratio of C1 and C2 and is what governs the excitation of the oscillator. This ratio is called the feedback fraction C1 by C2 and is given simply as feedback fraction is C1 by C2 percent. C1 by C2 percent ആണ് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഫ്രാക്ഷൻ. അപ്പം അത്രയുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഒരു 2 പ്രോബ്ലം കൂടി ചെയ്യുന്നുണ്ട്. ഹാർട്ട്ലേയിലും നമ്മൾ ചെയ്തതാണ്. ഹാർട്ട്ലേ പ്രോബ്ലം അല്ലെങ്കിൽ കോൾപിറ്റ്സ് പ്രോബ്ലം ഒരെണ്ണം പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹാർട്ട്ലേ എസ്സേ അല്ലെങ്കിൽ കോൾപിറ്റ്സ് എസ്സേ അത് ഏതെങ്കിലും ഒന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. A Compl oscillator circuit having 2 capacitors of 24 nanofarad and 240 nanofarad respectively are connected in parallel with the inductor of 10 millihenry. Determine frequency of oscillation of the circuit, the feedback fraction of the circuit, the feedback fraction, and draw the circuit. അതായത് കോൾപിറ്റ്സ് ഓസിലേറ്ററിലെ പടം വരയ്ക്കാനാണ്. പടം നമ്മൾ വരച്ചിട്ടുള്ളതാണ്, പ്രത്യേകം വരക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് ദി ഓസിലേഷൻ ഫ്രീക്വൻസി ഓഫ് എ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഈസ് എഫ് ഓർ FR 1/2 pi root of LCT. LCT ചെയ്യാലും മതി. CT is total capacity. As the Compl circuit consists of 2 capacitors in series, the total capacity, that is series combination, C is equal to C1 C2 by C1 plus C2, that is 24 into 240 by 24 plus 240, that is 21.82 nanofarad. Nanofaradനെ farad ആക്കാം. You convert nanofarad into farad by multiplying it by 10 raised to minus 9. The inductance of the inductor is given as 10 mH, that is 10 into 10 raised to minus 3. Then the frequency of oscillation is, the calculation is 1/2 pi root LC. FR എന്നോ ഇവിടെ CT ഒന്നും എഴുതാം, അല്ലെങ്കിൽ F is 1/2 pi root LC. That is 1/2 pi 6.283. 6.28 ആയാലും മതി. ഇൻ്റെ റൂട്ട് ഓഫ് L 0.01 ഹെൻറി ആയിട്ട് വരും. മില്ലി ഹെൻറി കൺവേർട്ട് ചെയ്യുമ്പോൾ 10 ആണല്ലോ, ഇപ്പോൾ 3 സ്ഥാനം മാറ്റണം.
പിന്നെ മറ്റത് 21.82 ഇൻറ്റു 10⁻⁻9 മൈനസ് 21.82 ഇൻറ്റു 10⁻⁻9 എന്ന് വരും. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.8. ആദ്യം കിട്ടുന്നത് ഹെഡ്സിലാണ്, ഇൻറ്റു 10 ക്യൂബിഡാണ്. അത് നമ്മൾ 3 സ്ഥാനം മാറ്റുമ്പോഴാണ് 10.8 കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ കാൽക്കുലേഷനകത്തൊരു സംശയം വരും. നമ്മൾ ചെയ്താൽ 10800 എന്ന് വരും അപ്രോക്സിമേറ്റ്ലി. 3 സ്ഥാനം മാറ്റുമ്പോഴാണ്, ആദ്യം ഹെഡ്സിൽ എഴുതണം, എന്നിട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴാണ് 10.8 കിലോഹെർട്സ് എന്ന് വരുന്നത്. പിന്നെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഫോർ ദി കോൾപിറ്റ്സ് ഓസിലേറ്റർ ഹിയർ ഈസ് 10.8 കിലോഹെർട്സ് with the feedback ratio. Feedback fraction FF എന്നായിരിക്കുന്ന സിമ്പിൾ C1/C2 ആണ്. 24 NF by 240 NF, that is 10.1 എന്ന വരുന്നത്. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 10%, ഗുണിക്കുമ്പോൾ 10%, 100 കൊണ്ട് ഗുണിക്കണം. അടുത്തൊരു പ്രോബ്ലം കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കുക. നെക്സ്റ്റ് പ്രോബ്ലം ഇറ്റ് ഈസ് റിട്ടൺ ഹിയർ. ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. എ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഹാസ് HFE. HFE എന്ന് പറഞ്ഞാൽ ഗെയിനാണ്, ബീറ്റാണ് കേട്ടോ. ട്രാൻസിസ്റ്റർ ബീറ്റയാണ് HFE എന്ന് പറയുന്നത്, നമ്മൾ പഠിക്കുന്നതാണ്. എ കോൾപിറ്റ്സ് ഓസിലേറ്റർ ഹാസ് HFE is 50 for its transistor. The capacitors are 0.5 mu of and 0.01 mu of. Show that the circuit will oscillate. ഇങ്ങനെയാണെങ്കിൽ സർക്യൂട്ട് ഓസിലേറ്റ് ചെയ്യും എന്ന് തെളിയിക്കണം. ആൻഡ് ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഇൻഡക്റ്റൻസ് L = 1 mH. അപ്പോൾ കണ്ടീഷൻ ഫോർ ഓസിലേഷൻ എന്ന് പറയുന്നത് അറിയോ? കണ്ടീഷൻ ഫോർ ഓസിലേഷൻ HFE > C2/C1 ആണ്. HFE > C2/C1. ഇപ്പോൾ C2/C1 എന്ന് പറയുമ്പോൾ C2 എപ്പോഴും വലുതെടുക്കണം. അങ്ങനൊരു കണ്ടീഷനുണ്ട്. C2 എപ്പോഴും വലുതെടുത്താലേ നമുക്ക് കണ്ടീഷൻ ശരിയാവുള്ളൂ. അല്ലെങ്കിൽ ഫ്രാക്ഷനായി പോയി, 1ൽ കുറഞ്ഞു പോകും. അപ്പോൾ HFE ഇവിടെ 50 ആണ്. C2/C1 കൂടുതൽ എടുക്കണം മുകളിൽ കേട്ടോ. 0.5 by 0.012, അത് 41.667 എന്ന് കിട്ടും. അപ്പോൾ 50 തീർച്ചയായിട്ടും 41.667 വലുതാണ്. അപ്പോൾ HFE > C2/C1, so the transistor will oscillate, the circuit will oscillate. HFE > C2/C1, the circuit will oscillate. അങ്ങനെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ കപ്പാസിറ്റി കൂടിയ മുകളിൽ എടുത്താൽ മതി. നിങ്ങൾ C2/C1 അന്വേഷിച്ച് പോകണ്ട. Then what is next? The circuit will oscillate. Effective capacity C is equal to C1 C2/C1 plus C2 0.012 into 0.5 by 0.012 in plus 0.5, that is 0.01718 microfarad. We convert into farad by multiplying it by 10⁻⁻6. That is C is equal to 0.011718 into 10⁻⁻6. That is the effective capacity, total capacity. Therefore, F is equal to 1/2 pi root LC, 1/2 pi root of 1 into 10⁻⁻3, that is 1 mH, into 0.01718 into 10⁻⁻6. You calculate using a calculator, we get 46492.1 hertz. We can convert into kilohertz by moving the decimal point 3 places. That is 46.4921 kilohertz. ഹെഡ്സ് എഴുതിയാൽ മതി, ഈ ഉത്തരം എഴുതിയാൽ മതി. ഇവിടെ കിട്ടിയ ആൻസർ കിലോഹെഡ്സ് എഴുതണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ ഇതിൽ ചില ക്വസ്റ്റ്യൻസാണ്. എസ്സേ ടൈപ്പാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. എസ്സേ ടൈപ്പ് വിത്ത് എ നീറ്റ് സർക്യൂട്ട് ഡയഗ്രാം എക്സ്പ്ലൈൻ ദ വർക്കിംഗ് ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അത് മൊത്തം പറയണം, പ്രോബ്ലത്തിന് മുമ്പുള്ള എല്ലാ കാര്യങ്ങളും പറയണം. ഡയഗ്രാം വരയ്ക്കണം. ഡയഗ്രാം മാത്രമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, ഷോർട്ട് ആൻസർ. ഡ്രോ ദി ടാങ്ക് സർക്യൂട്ട് ഓഫ് കോൾപിറ്റ്സ് ഓസിലേറ്റർ. അത് നമ്മൾ രണ്ടാമത്തെ വരച്ച് വെച്ചിട്ടുണ്ട്. അത് നോക്കി വരയ്ക്കണം. അത് ഒരു ടാപ്ഡ് കപ്പാസിറ്റീസും ഒരു ഇൻഡക്റ്റൻസ്. പിന്നെ ഗിവ് ദി ഓസിലേറ്റർ ഫ്രീക്വൻസി ഫോർമുല ഇൻ എ കോൾപിറ്റ്സ് ഓസിലേറ്റർ. ഫ്രീക്വൻസിയുടെ ഫോർമുല പറയണം. അതറിയാമല്ലോ. അപ്പോൾ F is 1/2 pi root LC. L is inductance, C is effective capacity, which is
equal to C1 parallel C2. That C1 series C2, that is C1 C2 by C1 plus C2. C1 series C2 ആട്ടോ. കപ്പാസിറ്റേഴ്സ് നമ്മൾ സീരീസ് വാല്യൂ കാണുന്നതാണല്ലോ അങ്ങനെ. C1 C2 by C1 plus C2. So that is all with the Colpitts oscillator. In the next class we see Clap oscillator. Thank you very much.